രാജ്യസഭയിൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ സീറ്റിൽ നിന്ന് നോട്ട് കെട്ട് കണ്ടെത്തി. കോൺഗ്രസ് അംഗം മനു അഭിഷേക് സിംഗ്വിക്ക് അനുവദിച്ച സീറ്റിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. അന്വേഷണം നടക്കുകയാണെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ പറഞ്ഞു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഈ രാജ്യസഭയിൽ മനു അഭിഷേക് സിംഗ്വിക്ക് അനുവദിച്ച സീറ്റിൽ നിന്ന് നോട്ട് കെട്ട് കണ്ടെത്തിയതിൽ ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ടോ? തുടർ അന്വേഷണം എപ്രകാരമായിരിക്കും? ടോണി, ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് രാജ്യസഭാ ചെയർമാന്റെ നിർദ്ദേശപ്രകാരമുള്ള പ്രത്യേക അന്വേഷണം നടക്കുന്നുണ്ട്. രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖർ തന്നെയാണ് രാജ്യസഭയിൽ ഈ ഒരു വിഷയം അറിയിച്ചിട്ടുള്ളത്. ആ സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് സീറ്റിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. ഇന്നലെ സഭ പിരിഞ്ഞതിന് ശേഷം പതിവായി നടക്കാറുള്ള സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് രാജ്യസഭയിൽ നിന്ന് സീറ്റ് നമ്പർ 222 നിന്ന് നോട്ടുകെട്ട് കണ്ടെത്തിയത്. സീറ്റ് നമ്പർ 222 തെലങ്കാനയിൽ നിന്നുള്ള രാജ്യസഭാംഗം കോൺഗ്രസ് നേതാവുമായിട്ടുള്ള മനു അഭിഷേക് സിംഗ്വിക്ക് അനുവദിച്ചതാണ് സീറ്റ് നമ്പർ 222. ഈ സീറ്റിൽ നിന്നാണ് നോട്ടുകെട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ചെയർമാൻ ഉടൻ തന്നെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും രാജ്യസഭാ ചെയർമാന്റെ നിർദ്ദേശപ്രകാരമുള്ള പ്രത്യേക അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നുള്ളതുമാണ് ജഗദീപ് ധൻഖർ തന്നെ രാജ്യസഭയെ അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയം ഇന്ന് രാജ്യസഭയിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വിധേയമായി. എങ്ങനെയാണ് ഈ പണം രാജ്യസഭയിൽ വന്നതെന്നും ഇത് ഏത് രീതിയിലുള്ള പണമാണ് എന്ന് വ്യക്തമാക്കണം എന്നുള്ളതാണ് BJPയുടെ രാജ്യസഭാ അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും കോൺഗ്രസ് അംഗങ്ങൾ രാജ്യസഭയുടെ അന്തസ്സ് കളയുന്ന പ്രവർത്തനമാണ് നടത്തിയത് എന്നുള്ളതുമാണ് BJPയുടെ രാജ്യസഭാ അംഗം ഒപ്പം കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള JP നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത്. രോഹിണി. ശരി ജിഷ്ണു, രാജ്യസഭയിൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ സീറ്റിൽ നിന്ന് നോട്ട് കെട്ട് കണ്ടെത്തി. കോൺഗ്രസ് അംഗം മനു അഭിഷേക് സിംഗ്വിക്ക് അനുവദിച്ച സീറ്റിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.